നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അതെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. എന്തു മനസ്സ് കാണിക്കണമെന്നാണ് നമ്പീശ പറയുന്നത്? 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ എന്റെ മോളുടെ ഡെഡ് ബോഡിയും കൊണ്ട് എനിക്ക് മുംബൈക്ക് മടങ്ങി പോയേണ്ടി വന്നേനെ. അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നോ? സഞ്ജു അല്ലാതെ അവളുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടില്ലെന്ന്, മരിച്ചു കളയില്ലെന്ന് അവൾ എനിക്ക് ഉറപ്പ് തന്നെങ്കിലും അവന്റെ വിവാഹം സ്വാതിയുമായി നടന്ന അത് തന്നെ സംഭവിക്കും. പിന്നെ സഞ്ജന ഉണ്ടാവില്ല. അവന്റെ ഓർമ്മയിൽ ജീവിതകാലം വരെ കഴിച്ചു കൂട്ടുമെന്ന് പറയുന്നവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നമ്പീശൻ പറ. അല്ല, മോളെ ഈ കടുങ്കൈ ചെയ്യാനുള്ള കാരണം പറഞ്ഞു. സഞ്ജു അവളെ ഹരാസ് ചെയ്ത് ഇറക്കി വിട്ടത്. അവന്റെ വാക്കുകളാ അവളെ തകർത്തു കളഞ്ഞത്. അതും മംഗലശ്ശേരിയിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച്. അവള് ജീവൻ കളയാൻ തീരുമാനിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്റെ മകൾ എത്രമാത്രം അപമാനിതയായിട്ടുണ്ടെന്ന് ഓർക്കണം. എന്തിനും സാവകാശം ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഇന്നോ നാളെയോ സഞ്ജുന്റെ വിവാഹം കഴിയില്ലല്ലോ. അതിനുള്ളിൽ മംഗലശ്ശേരിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. അതിൽ ആ വീടം നാടി ഉലയണം. മോളിപ്പോ ചെയ്യാൻ പോകുന്നത് ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടമാണ്. മാണിക്യമംഗലത്തെ ഗൗരി നന്ദയാണ് നന്ദനാവർമ്മ എന്നുള്ള വെളിപ്പെടുത്തൽ ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. കാഞ്ചനയുടെ മകൾ സ്വാതിക്ക് ഈ അവസ്ഥ സമ്മാനിച്ചത് മോളാണെന്ന് അവർ തിരിച്ചറിയും. പിന്നെ അവർ നമ്മളുടെ മകളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മോളൂ. സഞ്ജു സഞ്ജനെ വെറുക്കും. ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് മോൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരാവേശത്തിന്റെ പേരിൽ ഒന്നും നേടാനാവാതെ തിരിച്ചു പോവാൻ ഇടവരുത്തരുത്. ഇത്രയും കാലം മനസ്സിലെ കനൽ കെട്ടുപോകാതെ ഊതി പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണോ? എന്റെ വഴി തടയാൻ എന്റെ മോള് തന്നെ വന്നല്ലോ നമ്പീശ. ഇങ്ങനൊരു വിധി എനിക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, അതിന് അവളെയും തെറ്റു പറയാൻ കഴിയില്ല. മോൾ ആഗ്രഹിച്ചത് മംഗലശ്ശേരിയിലെ മുകുന്ദനെയല്ലേ? വിധിയുടെ തനിയാവർത്തനം പോലെ നിന്റെ മകൾ മുകുന്ദന്റെ മകനെ ആഗ്രഹിച്ചു പോയി. മോക്ക് സംഭവിച്ച നഷ്ടം നേരിടാനുള്ള തന്റെ ഇടം നിനക്കുണ്ടായി. പക്ഷേ നിന്റെ മോക്ക് അതില്ലാതെ പോയി. സഞ്ജനയുടെ മനസ്സിലുള്ളത് പ്രതികാരത്തിന്റെ കനലല്ല, പ്രണയത്തിന്റെ കനല. പിന്നെ മോള് അല്പസമയം സമാധാനമായിട്ടൊന്ന് ആലോചിക്ക്. നമ്പീശൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് അപ്പം മനസ്സിലാവും. എത്ര നേരം പിടിച്ചു നിർത്താനാവുമെന്ന് എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.